ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പപ്പായ അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് കേട്ടോ. അതിനൊന്നും ചെറിയ ചെറിയ പീസുകളാക്കി നമുക്കിത് എടുക്കണം. ഈ ഒരു പീസിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇതുപോലാണ് ഇപ്പോൾ പഴം മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ രണ്ട് കല്യാണത്തിന് പോയിട്ടും ഇതേ അച്ചാറാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടുകും 1 സ്പൂൺ ഉലുവയും ഇട്ടെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കടുകും ഉലുവൊക്കെ ഒന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. അത് പൊടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ഈ ഉലുവയും കടുവൊക്കെ. അപ്പോൾ ഇത് നന്നായി ചൂടായി കഴിയുമ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അടച്ചെടുക്കാം കേട്ടോ. ഇനി ഞാൻ അതേ പാത്രം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. 1 ഇല്ലി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ചെറിയ സ്പൂണാണെങ്കിൽ 2 സ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് 1 സ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓൾസ് ചെറുതായത് കാരണമാണ് കേട്ടോ. അപ്പം സ്പൂണിലാണെങ്കിൽ 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ മസാലകൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ മസാലകളൊക്കെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി ഒഴിച്ചെടുക്കാം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ലേശം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മെയിനായിട്ട് ഇതിൽ മധുരമാണ് ചേർക്കേണ്ടത്. അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ലേശം ഉപ്പിട്ടെടുത്താൽ മതി. മധുരത്തിനായിട്ട് കുറച്ച് ശർക്കര അച്ചിശർക്കരയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ആദ്യം അടിച്ചു വെച്ചിട്ടുള്ള ഉലുവ കടുക് വറുത്ത് വെച്ച് പൊടിച്ചിട്ടില്ല അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ പപ്പായ നല്ല രീതിയിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയൊരു വേവിൽ ഇത് വേവിച്ചെടുക്കാം. പപ്പായൊക്കെ ഇങ്ങനെ ഒരു കടിക്കാൻ കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പം നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.